നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഏവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മെഴുവേലി ബാബുജി എഴുതിയ മാന്ത്രിക നോവൽ നാഗമുഖി തുടരുന്നു. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. പഞ്ചമിയുടെ കണ്ണുകൾ പിടഞ്ഞു. രുദ്രന്റെ മുനയുള്ള നോട്ടത്തെ നേരിടാനുള്ള കരുത്തില്ലാതെ അവൾ തലകുനിച്ചു നിന്നു. രുദ്രൻ അവളിൽ നിന്നും കണ്ണുകൾ എടുത്തില്ല. അന്ന് തന്റെ മുന്നിൽ നിന്നിരുന്ന പെണ്ണാണിതെന്ന് തോന്നുകയേയില്ല. അത്രയ്ക്ക് മാറിയിരിക്കുന്നു. സൗന്ദര്യം 10 ഇരട്ടിയായിരിക്കുന്നു. അപ്പോഴും രുദ്രൻ തിരുമേനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ടായിരുന്നു. താൻ ഇത്രയും കാലം എന്തേ ഇവളെക്കുറിച്ച് ഓർക്കാതെ പോയി? സർപ്പക്കാവിലെത്തണമെന്ന് താൻ ഇവളോട് പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഇവൾ വന്നില്ല എന്നുവച്ച് ഇവളെ തന്റെ മുന്നിൽ എത്തിക്കുവാൻ അറിയായികയല്ല. പക്ഷേ ഓർമ്മത്തെറ്റുണ്ടായിരിക്കുന്നു. തന്റെ ജീവിതത്തിലെ തന്നെ ആദ്യത്തെ അനുഭവം. അതെന്തേ? ഒന്നും പിന്നത്തേക്ക് മാറ്റിവെക്കാറില്ലാത്ത തനിക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണെന്ന് എത്ര ചിന്തിച്ചിട്ടും അയാൾക്ക് മനസ്സിലായില്ല. പഞ്ചമി മിടിക്കുന്ന ഹൃദയത്തോടെ നിൽക്കുകയാണ്. ഈ ഒരാളെക്കുറിച്ച് താൻ ചിന്തിക്കുക പോലും ചെയ്യാതായിട്ട് ഒരുപാട് നാളായി. തന്നോട് ഇയാൾക്ക് ഒരുപാട് വൈരാഗ്യം കാണും, അതുറപ്പ്. ഇനി അയാൾ പറയുന്നത് എന്താണെന്നറിയുവാൻ അവൾ കാത്തുനിന്നു. രുദ്രൻ തിരുമേനിയുടെ ചുണ്ടുകളിൽ ക്രൂരമായൊരു മന്ദഹാസം മുട്ടിട്ടു. പഞ്ചമി, കാത്തുവിന്റെ മകൾ, നിന്നെ ഞാൻ മറന്നിരിക്കുമെന്ന് കരുതി ഇല്ലടി? ഇല്ല. രാത്രിയുടെ 3-ാം യാമത്തിൽ എന്തിനും തയ്യാറായി എന്റെ മുന്നിൽ നീ നിന്നത് ഞാൻ മറന്നിട്ടില്ല. പഞ്ചമി തല ഉയർത്തി ദയനീയമായി അയാളെ ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞ വാക്കിനെ നീ ധിക്കരിച്ചു. അതൊരിക്കലും ഞാൻ പൊറുക്കില്ല. തിരുമേനി, അതു ഞാൻ അങ്ങ് തന്ന സാധനം അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ശബ്ദം വിറച്ചു. വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. ഞാൻ പറയുന്നത് കേട്ടാൽ മാത്രം മതി. നീ ഇന്ന് രാത്രി 12 മണിക്ക് എന്റെ തറവാട്ട് വളപ്പിലെ കാഞ്ഞിരത്തിന് ചുവട്ടിൽ നീ എത്തണം. നിന്നെ മാത്രം പ്രതീക്ഷിച്ച് ഞാൻ അവിടെ ഇരിക്കും. നീ വന്നില്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കരുത് തിരുമേനി. അവൾ അയാളെ തൊഴുതു കരഞ്ഞു. ഉപദ്രവമോ? നല്ല കഥയായി. പാടത്തുകൂടി വീശി വന്ന കാറ്റ് രുദ്രന്റെ ചിരി ഏറ്റുവിളിച്ചു. പഞ്ചമി അങ്ങനെ സ്തംഭിച്ചു നിൽക്കുമ്പോൾ രുദ്രൻ അവളെ കടന്ന് മുന്നോട്ട് നീങ്ങി. അപ്പോഴും ഒരു മുന്നറിയിപ്പെന്ന വണ്ണം അയാൾ അറിയിച്ചു. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. രുദ്രൻ പാടത്തിന്റെ അക്കരെ എത്തുവോളം പഞ്ചമി അവിടെ തന്നെ നിന്നു. പിന്നെ പതിയെ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാളെ കണ്ടില്ല. അവൾ തന്റെ വീട്ടിലേക്ക് നടന്നു. രാത്രി. ക്ലോക്കിൽ 11 അടിച്ചു. പഞ്ചമി കിടന്നിരുന്നില്ല. അസ്വസ്ഥതയോടെ ഭിത്തിയും ചാരി കിടക്കയിലിരിക്കുകയായിരുന്നു അവൾ. രുദ്രന്റെ ചുവന്ന കണ്ണുകൾ മനസ്സിൽ നിന്നും മായുന്നതേയില്ല. വാക്കുകൾ കാതുകളിൽ തറഞ്ഞു നിൽക്കുന്നത് പോലെ. പോകണോ വേണ്ടയോ? അവൾ തന്നോട് തന്നെ ചോദിച്ചു. ആഗ്രഹം കൊണ്ടല്ല പോകണോ എന്ന ചിന്ത ഉദിച്ചത്, ഭയം കൊണ്ട്. രുദ്രനെ പിണക്കിയാൽ അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണെന്ന് അവൾക്കറിയാം. എന്നാലും അരുതെന്ന് മനസ്സ് വിലക്കുന്നു. കളങ്കപ്പെട്ടവളാണ് താൻ. എങ്കിലും ഇനി വയ്യ. അമ്മയുടെ പാത തന്നെ തിരഞ്ഞെടുക്കുവാൻ തനിക്ക് ബുദ്ധിമുട്ടാണ്. നിമിഷങ്ങൾ ഓരോന്നായി കൊഴിയുകയാണ്. പഞ്ചമി ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാതെ ഇരുട്ടിലേക്ക് തുറിച്ചു നോക്കി അങ്ങനെ ഇരുന്നു. രുദ്രൻ തിരുമേനിയുടെ ഇല്ലവളപ്പിൽ നിന്ന് ചന്ദനത്തിന്റെയും മറ്റു സുഗന്ധദ്രവ്യങ്ങളുടെയും ഗന്ധം പുറത്തന്തരീക്ഷത്തിലേക്ക് ഒഴുകിയെത്തി. ചെയ്തുകൊണ്ടിരുന്ന കർമ്മം പൂർത്തിയാക്കി രുദ്രൻ തിരുമേനി എണീറ്റ് നിന്നു. കാഞ്ഞിരത്തിലിരുന്ന് ഒരു മൂങ്ങ അയാളെ നോക്കി വല്ലാത്ത ഭാവത്തിലൊന്ന് മൂളി. രുദ്രൻ മിഴികൾ ഉയർത്തി അതിനെ ഒന്ന് നോക്കി. പൊടുന്നനെ മൂങ്ങ വികൃത ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് പറന്നുപോയി. രുദ്രന്റെ കണ്ണുകൾ ഇരുളിൽ തറഞ്ഞു നിന്നു. പഞ്ചമി ഇനിയും എത്തിയിട്ടില്ലല്ലോ. എന്താണ് അവൾ വൈകുന്നത്? വരാതിരിക്കുമോ? അങ്ങനെ ചിന്തിച്ചയുടൻ രുദ്രന്റെ നെറ്റി ചുളിഞ്ഞു. അവൾ വരില്ലെന്ന് ആരോ മനസ്സിലിരുന്ന് പറയുന്നത് പോലെ. അയാളുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. എങ്കിൽ അത് തന്നെ ഒന്നറിയണമല്ലോ. രുദ്രന്റെ വാക്കുകളെ ധിക്കരിക്കുന്നവർ അതിന്റെ ഫലം അറിഞ്ഞേ പറ്റൂ. അവൾ എന്തെടുക്കുകയാണെന്ന് അറിഞ്ഞിട്ടു തന്നെ കാര്യം. രുദ്രൻ വീണ്ടും ആവണിപ്പലകയിൽ ചമ്രം പടിഞ്ഞിരുന്നു. തൊട്ടു മുന്നിലെ നിലവിളക്കിൽ ഇത്തിരി എണ്ണ കൂടി പകർന്നു. പിന്നെ ചെറിയ ചെല്ലം തുറന്ന് അതിലിരുന്ന ചെറിയ കുപ്പിയെടുത്തു. മഷിപ്രയോഗത്തിനുള്ള പുറപ്പാടാണ്. അയാൾ തന്റെ ഇടത് കൈവെള്ളയിൽ
മഷി തേച്ച് പിടിപ്പിച്ച് ഉറ്റുനോക്കി. പഞ്ചമിയുടെ മുറി കൈവെള്ളയിൽ തെളിഞ്ഞു. ഇരുളിൽ ഭിത്തിയും ചാരി അവൾ ഇരിക്കുന്നത് അയാൾ കണ്ടു. അപ്പോ തന്നെ ധിക്കരിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. ഭദ്രന് കോപം ആളിക്കത്തി. അയാൾ അടുത്ത കർമ്മത്തിന് വേഗം തയ്യാറായി. എങ്കിൽ ഇന്നവളെ ഇവിടെ എത്തിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ധൃതിയിൽ അയാൾ ഒരു പിടി കറുകപ്പുല്ല് കയ്യിലെടുത്തു. പഞ്ചമി ഒന്ന് കുലുങ്ങി. ആരോ പിടിച്ചു കുലുക്കിയതുപോലെ മനസ്സിലേക്ക് അവ്യക്തമായൊരു തണുപ്പ് കടന്നു വരുന്നത് അവൾ അറിഞ്ഞു. ഒപ്പം രുദ്രൻ തിരുമേനിയുടെ അടുത്ത് എത്രയും വേഗത്തിൽ എത്തിച്ചേരാനുള്ള വ്യഗ്രത. അതുവരെ അവളെടുത്ത തീരുമാനങ്ങളൊക്കെ കാറ്റിൽ പറന്നു. അവൾ എണീറ്റു. അരക്കെട്ടിൽ പാമ്പ് ഒന്ന് ചീറ്റി. അവളെ ഒന്നുകൂടി അത് വരിഞ്ഞു മുറുക്കി. പഞ്ചമി അതറിഞ്ഞില്ല. സ്ഥലകാല ബോധം പോലും മറഞ്ഞു കഴിഞ്ഞു നിന്ന് അവൾക്കപ്പോ രുദ്രൻ തിരുമേനി മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അവളുടെ കാലുകൾ ചലിച്ചു. വാതിലിനടുത്തെത്തി. സാക്ഷി നീക്കി. അറിയാതെ പുറത്തേക്ക് ഒരു കാറ്റ് ചീറി വന്നു. കർമ്മത്തിനിടെ തന്റെ ഇടതു കൈയിലേക്ക് നോക്കിയ രുദ്രൻ തിരുമേനി വിജയഭാവത്തിൽ ചിരിച്ചു. വാതിൽ തുറന്ന് മുറ്റത്തേക്കിറങ്ങുന്ന പഞ്ചമിയെ തന്റെ കൈവെള്ളയിൽ അയാൾ കണ്ടു. ഉപാസനാമൂർത്തികൾക്ക് അയാൾ മനസ്സിൽ നന്ദി പറഞ്ഞു. ഭ്രാന്തമായ വേഗത്തിലായിരുന്നു പഞ്ചമി വന്നുകൊണ്ടിരുന്നത്. എത്ര വേഗമാണ് അവൾ സർപ്പക്കാവ് പിന്നിട്ടത്! ആ നിമിഷം പിന്നിൽ ഒരു കുറുക്കൻ ഓരിയിട്ടു. അതവൾ കേട്ടില്ല. കാവിനകത്ത് നാഗത്താന്മാരുടെ പ്രതിമകൾക്കരികിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. തൊട്ടടുത്ത മാളത്തിൽ നിന്നും പുറത്തേക്ക് വന്ന വലിയൊരു മൂർഖൻ ഫണം വിടർത്തിയാടി. അതിന്റെ വായിൽ നിന്നും വിഷത്തുള്ളികൾ ഇറ്റുവീണു. ചുഴലിക്കാറ്റ് കാവിനെയാകെ പിടിച്ചുകുലുക്കി. പിന്നെ അവിടം വിട്ട് അത് രുദ്രൻ തിരുമേനിയുടെ പറമ്പിലേക്ക് കയറി. കാഞ്ഞിര മരത്തിന്റെ ശിഖരങ്ങൾ ആടി ഉലഞ്ഞു. നിലവിളക്കുകളിലെ തിരികൾ കാറ്റത്തു പറന്നുപോയി. രുദ്രൻ തിരുമേനി പരിഭ്രമിച്ചു. ഇതെന്തേ ഇങ്ങനെ? തന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇത്തരമൊരു അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ. നിലവിളക്കുകൾ മുഴുവൻ അണഞ്ഞിരിക്കുന്നു. ഹോമാഗ്നിയിൽ നിന്ന് കനലുകൾ ജ്വലിക്കുന്നു. പെട്ടെന്ന് കാറ്റ് താണു വന്നു. അത് ഹോമാഗ്നിയിലേക്ക് ഊളിയിട്ടു. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. കത്തിജ്വലിക്കുന്ന വിറക് കഷ്ണങ്ങളും തീക്കനലുകളും വട്ടം ചുറ്റി മുകളിലേക്ക് ഉയരുന്നു. രുദ്രൻ പകച്ചുപോയി. അയാൾ പിന്നോക്കം മാറി. ഉപാസനാമൂർത്തികളെ വിളിക്കാൻ ഒരു ശ്രമം നടത്തി. കഴിയുന്നില്ല. എല്ലാം മറന്നുപോയതുപോലെ. മനസ്സിലൊന്നും കാണുന്നില്ല. ഒരു വെളുത്ത കടലാസ് പോലെ മനസ്സ് ശൂന്യം. നിമിഷങ്ങൾ കൊണ്ട് രുദ്രൻ വിയർപ്പിൽ കുളിച്ചു. കാഞ്ഞിരമരത്തിൽ താൻ ആണിയിൽ ആവാഹിച്ചു തറച്ചിരുന്ന ദുരാത്മാക്കൾ നിലവിളിക്കുന്നത് രുദ്രൻ കേട്ടു. അരുതാത്തതെന്തോ സംഭവിക്കുന്നു. പെട്ടെന്നാണ് ഓടിക്കിതച്ചെത്തിയ പഞ്ചമി അയാൾക്ക് മുന്നിൽ നിന്നത്. കോപം മുഴുവൻ അവളുടെ നേർക്കായി. എടീ! രുദ്രൻ അലറി. അവളുടെ കവിളിൽ അയാൾ ആഞ്ഞടിച്ചു. പഞ്ചമി തറയിൽ വീണു. എവിടെ നിന്നോ ഒരു പാമ്പിന്റെ ഉഗ്രമായ സീൽക്കാരം രുദ്രൻ കേട്ടു. അയാളുടെ ഇടതു തോളിൽ കെട്ടിയിരുന്ന രക്ഷ വിറകൊണ്ടു. അപശകുനം. പക്ഷേ അതൊന്നും ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അയാൾ. രുദ്രൻ തറയിൽ നിന്നും വലിച്ചുയർത്തിയ പഞ്ചമിയുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി. അവളുടെ നിറഞ്ഞ മാരണങ്ങൾ മങ്ങിയ ഇരുട്ടിലും അയാൾ കണ്ടു. വല്ലാത്തൊരാവേശത്തോടെ അയാൾ അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. പഞ്ചമി വേദനയോടെ പിടഞ്ഞു. രുദ്രന്റെ കൈകൾ താഴേക്കിഴഞ്ഞു. പൊടുന്നനെ അയാൾ കൈ പിൻവലിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. വലത് കൈയിൽ പാമ്പ് ചുറ്റിക്കഴിഞ്ഞിരുന്നു. രുദ്രൻ വല്ലാതെ ഒന്ന് അലറി. കൈ കുടഞ്ഞ് പാമ്പിനെ തെറിപ്പിക്കാൻ നോക്കിയെങ്കിലും അതിനായില്ല. പാമ്പിന്റെ ഫണമുയർന്നു മുഖത്തിനു നേരെ. രുദ്രൻ തിരുമേനി മരിച്ചു. കേട്ടവർക്കാർക്കും അതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിമിഷങ്ങൾ കൊണ്ട് ഗ്രാമത്തിലാകെ ആ വാർത്ത പരന്നു. ഇന്നലെയും ഞാൻ കണ്ടതാണല്ലോ അയാളെ, ബാർബർ ചെല്ലപ്പൻ പറഞ്ഞു. രാത്രിയിലായിരുന്നു പോലും സംഭവം, കുട്ടപ്പനാശാരി കൂട്ടിച്ചേർത്തു. പാമ്പ് കടിച്ചാണത്രേ മരിച്ചത്. ഗ്രാമത്തിലെ അന്നത്തെ സംസാരം മുഴുവൻ രുദ്രൻ തിരുമേനിയെക്കുറിച്ചായിരുന്നു. മഹാമാന്ത്രികനല്ലായിരുന്നോ? എന്നിട്ടെന്തേ പാമ്പ് കടിച്ചു? ഓ, എന്തോന്നു മാന്ത്രികൻ! പെണ്ണുങ്ങളെ കളിപ്പിക്കാനുള്ള ചെപ്പടി വിദ്യയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കള്ളൻ! വിശ്വാസം വരാത്തവർ രുദ്രന്റെ ഇല്ലത്തേക്ക് പോയി. കാഞ്ഞിരത്തിനു ചുവട്ടിൽ ആ ഭയങ്കര രൂപം കിടക്കുന്നത് പലരും ഒന്നേ നോക്കിയുള്ളൂ. കണ്ണുകൾ തുറിച്ച് നാവു നീട്ടി. ഹോ, ശരീരത്തിന് നീല നിറമായിരുന്നു. ഉമ്മറത്ത് ഒരു തൂണും ചാരി ഭവത്രാതൻ അപ്പോഴും ഇരിപ്പുണ്ടായിരുന്നു. മുറ്റത്തെത്തിയവരെയൊന്നും അവൻ നോക്കിയതുപോലുമില്ല. ദൃഷ്ടികൾ അകലെ എവിടെയോ ഉറപ്പിച്ചാണ് ഇരിപ്പ്. അച്ഛന്റെ മൃതദേഹം കാഞ്ഞിരത്തിന് ചുവട്ടിൽ കിടപ്പുണ്ടെങ്കിലും ആ സത്യം ഉൾക്കൊള്ളുവാൻ അവന് കഴിയുന്നില്ല. അച്ഛൻ മരിക്കുമോ? അതെങ്ങനെ? അതും ഒരു പാമ്പിന്റെ ദംശനമേറ്റ്. ഉപാസനാമൂർത്തികൾ അച്ഛൻ തിരുമേനിക്ക് കാവൽ നിൽക്കുമ്പോൾ എവിടെയാണ് അച്ഛന് തെറ്റുപറ്റിയത്? അതുമാത്രം ഭവത്രാതന് മനസ്സിലാകുന്നില്ല.
മനസ്സിൽ ഒരുപാട് കണക്കുകൾ കൂട്ടി നോക്കി. ഒരിടത്തും പിഴവ് കാണുന്നില്ല. പിന്നെ പിന്നെ ഭവത്രാതന്റെ നെഞ്ചിടിപ്പിന് വേഗതയേറി. പൂജയ്ക്കൊരുക്ക് തയ്യാറാക്കിയിട്ടാണ് ഇന്നലെ രാത്രിയും താൻ കാഞ്ഞിരത്തിൻ ചുവട്ടിൽ നിന്നും പോയത്. അച്ഛൻ എത്തരക്കാരനായിരുന്നുവെങ്കിലും തനിക്കുള്ള ഒരേ ഒരു ബന്ധുവാണ് നഷ്ടമായത്. ഇനി ഈ ഇല്ലത്ത് താൻ മാത്രം. ആ സത്യം അവനെ വീർപ്പ് മുട്ടിച്ചു. അതോടെ മനസ്സിൽ മറ്റൊന്നുകൂടി അവൻ ഉറപ്പിച്ചു കഴിഞ്ഞു. അച്ഛൻ തിരുമേനിയുടെ മരണം എങ്ങനെയായിരുന്നുവെന്ന് വ്യക്തമായി അറിയണം. അത് കഴിഞ്ഞേ തനിക്ക് ആശ്വാസമാകൂ. അതിനായി ഇനിയും ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. എന്തിനും ഭവത്രാതൻ ഒരുക്കമായിരുന്നു. രാവിലെ എണീക്കാൻ ശ്രമിച്ചിട്ട് പഞ്ചമി വീണ്ടും കിടക്കയിലേക്ക് തന്നെ വീണു. കടുത്ത ചൂടും പനിയും. തന്റെ ശരീരവും മനസ്സും വിറയ്ക്കുകയാണെന്നും അവൾക്ക് മനസ്സിലായി. ഇന്നലെ രാത്രിയിലെ രംഗം, താൻ എങ്ങനെ രുദ്രന്റെ മുന്നിലെത്തി, അതൊന്നും ഓർമ്മയേയില്ല. പക്ഷേ അയാൾ മുഖത്തടിച്ചപ്പോഴാണ് സ്ഥലകാലബോധമുണ്ടായതെന്ന് ഉറപ്പ്. പഞ്ചമിക്ക് നെഞ്ചിടിപ്പേറി. അവൾ ഒരു വിധേന എണീറ്റ് ഭിത്തിയിൽ ചാരിയിരുന്നു. എന്തൊക്കെയാണ് രുദ്രൻ ചെയ്തത്? അവൾക്ക് വല്ലാത്ത നീറ്റലുണ്ടായി. വാതിലിൽ ആരോ തട്ടുന്നു. മോളെ, കാത്തുവിന്റെ ശബ്ദം. നീ എന്താ എണീക്കാത്തത്? പഞ്ചമി തറയിലേക്ക് കാലൂന്നി. ശരീരത്തിന് ഭാരം ഇരട്ടിയായതുപോലെ. വാതിൽ തുറക്കാൻ തന്നെ അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. വാതിലിന്റെ കൊളുത്തു നീക്കിയതും അവൾ വേച്ചുപോയി. മകളുടെ കോലം കണ്ട് കാത്തു അമ്പരന്നുപോയി. എന്തു പറ്റി കുട്ടി നിനക്ക്? ശരീരത്ത് വല്ലാത്ത വേദന, പനിയാണ്. അവൾ വീണ്ടും കിടക്കയിലിരുന്നു. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട. എങ്കിൽ ഞാൻ മരുന്ന് വാങ്ങിക്കൊണ്ടുവരാം. പഞ്ചമി തലകുലുക്കി. ആ, ഒരു കാര്യം പറയാൻ ഞാൻ മറന്നു. ഇന്ന് ഞാൻ വസന്തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. കഴിവതും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ വിവാഹം. പഞ്ചമി എന്തോ പറയാൻ ഭാവിച്ചപ്പോ അരക്കെട്ടിൽ പാമ്പിന്റെ ചുറ്റുമുറുകി. അവൾ പിന്നെ മിണ്ടിയില്ല. കാത്തു തിരിഞ്ഞു നടന്നു. വാതിൽക്കലെത്തിയിട്ട് അറിയിച്ചു, രുദ്രൻ തിരുമേനിയെ പാമ്പ് കടിച്ചു കൊന്നു. അറിയാതെ പഞ്ചമി ഒന്ന് കുലുങ്ങി. അപ്പോ അതും സംഭവിച്ചിരിക്കുന്നു. ഈയിടെ എല്ലാരെയും പാമ്പ് കടിച്ചാണല്ലോ കൊല്ലുന്നത് ദൈവമേ. അങ്ങനെ പിറുപിറുത്തുകൊണ്ട് കാത്തു നടന്നുപോയി. പഞ്ചമി ചലനമറ്റിരുന്നു. ആ രംഗം അവൾക്ക് മറക്കാനേ കഴിയുന്നില്ല. രുദ്രന്റെ കയ്യിൽ ചുറ്റി ഫണമുയർത്തുന്ന പാമ്പ്. പിന്നെ ഉഗ്രമായ സീൽക്കാരത്തോടെ ആ നെറ്റിയിലേക്ക് ആഞ്ഞു കൊത്തുന്നു. ആ രംഗം മനസ്സിൽ തന്നെ കണ്ടുകൊണ്ട് അവൾ തലയിണയിലേക്ക് തലചാച്ചു. ഉച്ച കഴിഞ്ഞ നേരത്താണ് രുദ്രന്റെ ശവദാഹം നടന്നത്. ഗ്രാമത്തിലെ മിക്കവാറും ആൾക്കാരൊക്കെ ഇല്ലവളപ്പിൽ തടിച്ചുകൂടിയിരുന്നു. രുദ്രനെതിരെ ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ തയ്യാറാകാത്തവരായിരുന്നു അവരിലേറിയ പങ്കും. ഭയം കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്യാതിരുന്നതും. എന്നാൽ ഇനി അയാളെ ഭയപ്പെടേണ്ടതില്ലല്ലോ എന്ന് അവർ ആഹ്ലാദത്തോടെ ഓർത്തു. ചിതയ്ക്ക് തീ കൊളുത്തുമ്പോൾ ഭവത്രാതൻ അച്ഛനോട് മനസ്സിൽ പറഞ്ഞു, പുല കഴിയുന്ന ദിവസം ഞാൻ ആരംഭിക്കുകയാണച്ഛാ. അച്ഛനെ ഇല്ലാതാക്കിയ ആ പാമ്പിനെക്കുറിച്ച് എനിക്കറിയണം. രുദ്രന്റെ ശരീരത്തെ നക്കിത്തിന്നുകൊണ്ട് അഗ്നി മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നു. കാത്തുവിന്റെ കാർ മുറ്റത്ത് വന്നു നിന്നു. പഞ്ചമി അപ്പോൾ കുളി കഴിഞ്ഞ് ഉമ്മറത്തിരിപ്പുണ്ടായിരുന്നു. കാത്തു നെറ്റി ചുളിച്ചു. എന്താ പെണ്ണേ ഇത്? പനിയായിട്ടിരുന്നപ്പോ നീ കുളിച്ചോ? എന്റെ പനിയൊക്കെ പെട്ടെന്ന് മാറിയതുപോലെ. കാത്തുവിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. രാവിലെ താൻ പോകുമ്പോ പനി പിടിച്ചു കിടന്നിരുന്ന പഞ്ചമിയുടെ രൂപം അവർ ഓർത്തു. മകൾക്ക് മരുന്ന് വാങ്ങിക്കൊണ്ടായിരുന്നു അവർ വന്നത്. കാത്തു മകളുടെ അടുത്തു തന്നെ ഇരുന്നു. ഡ്രൈവർ ശങ്കർ കാർ ലോക്ക് ചെയ്ത് താക്കോൽ ഏൽപ്പിച്ചിട്ട് പോയി പട്ടഷാപ്പിലേക്ക്. കാത്തു മകളോട് പറഞ്ഞു, എല്ലാം തീരുമാനിച്ചിട്ടാ ഞാനിങ്ങ് പോന്നത്. മറ്റന്നാൾ കഴിഞ്ഞ് വിവാഹം ഉറപ്പിക്കൽ. അവരുടെ വീട്ടിൽ വെച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ വിവാഹം. പഞ്ചമി കേട്ടിരുന്നു. അവളുടെ അരക്കെട്ടിൽ പാമ്പ് ഒന്നിളകി. നീ എന്താ ഒന്നും പറയാത്തത്? അമ്മയെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞ നിലയ്ക്ക് ഇനി ഞാൻ എന്തു പറയാനാ? കാത്തു സ്നേഹത്തോടെ മകളെ നോക്കി. അവൾ നിർവികാര ഭാവത്തിൽ ഇരിക്കുകയാണ്. രാത്രി. രുദ്രൻ തിരുമേനിയുടെ ഇല്ലവളപ്പിലെ ഇരുട്ടിന് കട്ടി കൂടുതലുണ്ടായിരുന്നു. ചിതയിൽ നിന്ന് അപ്പോഴും പുക ഉയർന്നുകൊണ്ടിരുന്നു. ഒരു കാറ്റ് പോലും വീശിയില്ല. ആ വലിയ കാഞ്ഞിരമരത്തിന്റെ ഇലകൾ അനങ്ങിയില്ല. മോക്ഷം കാത്ത് ദുരാത്മാക്കൾ കാഞ്ഞിരത്തിൽ കാത്തിരുന്നു. ഒരു മൂങ്ങ മാത്രം മരക്കൊമ്പിലിരുന്ന് ചിതയിലേക്ക് ഉറ്റുനോക്കി. പിന്നെ അത് ഇല്ലത്തിന് മുകളിൽ വന്നിരുന്നു മൂളി. ഭവത്രാതൻ ഉറങ്ങിയിരുന്നില്ല. തന്റെ അരികിൽ തന്നെ അച്ഛൻ തിരുമേനിയുടെ ആത്മാവുണ്ടെന്നൊരു തോന്നൽ. മനസ്സിൽ ഒരു പാമ്പ് പുളയുകയാണ്. അതിന്റെ വിഷപ്പല്ലുകൾ അവൻ ഭാവനയിൽ കണ്ടു. ഇപ്പൊ സമയം എന്തായി കാണും? 2-ാം യാമമോ അതോ 3-ാം യാമമോ? കത്തിക്കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം അപ്പോഴും അവിടെയൊക്കെ തങ്ങി നിൽപ്പുണ്ടായിരുന്നു.
പൊടുന്നനെ അച്ഛന്റെ ശവം ദഹിപ്പിച്ച ഭാഗത്തേക്ക് പോകണമെന്നൊരു തോന്നൽ അവന്റെ മനസ്സിലുണ്ടായി. അവൻ എണീറ്റു. ഇല്ലത്തിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് കാൽവച്ചു. ഇല്ലത്തിന് മുകളിൽ നിന്ന് മൂങ്ങ വികൃത ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് പറന്നുപോയി. ഭവത്രാതൻ തെക്കുഭാഗത്തേക്ക് നടന്നു. ചിതയിൽ നിന്നും കനത്ത നൂൽ പോലെ പുക ഉയരുന്നത് കണ്ടു. അവൻ ചിതയ്ക്ക് മുന്നിൽ നിശ്ചലനായി നിന്നു. ഒരു ചെറിയ കാറ്റു വീശി. ചിതയിലെ ചാരമിളകി. തീക്കനലുകൾ ജ്വലിച്ചു. ഭവത്രാതന്റെ നെറ്റി ചുളിഞ്ഞു. ചിതയുടെ പിന്നിൽ ഒരു തിളക്കം. അവൻ സൂക്ഷിച്ചു നോക്കി. അറിയാതെ ഒരു നിലവിളി തൊണ്ടയോളം ഉയർന്നു വന്ന് അതവിടെ കുരുങ്ങിക്കിടന്നു. ചിതയുടെ പിന്നിലെ തിളക്കം മുകളിലേക്ക് ഉയർന്നു. ഭവത്രാതന്റെ കണ്ണുകൾ പിടഞ്ഞു. ആ മൂർഖൻ, സ്വർണ്ണ നിറമുള്ള മൂർഖൻ, അച്ഛന്റെ കാലൻ, അത് ഫണം വിരിച്ച് അവനെ തന്നെ നോക്കി നിന്നു. ചെറിയ കണ്ണുകൾ തീക്കട്ടകളേക്കാൾ തിളങ്ങി. അതാണ് മോനെ എന്റെ ശരീരം നശിപ്പിച്ചത്. അച്ഛന്റെ ശബ്ദം കാതുകൾക്കരികിൽ ഭവത്രാതൻ കേട്ടു. അവന്റെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. പാമ്പ് ഉഗ്രമായൊന്നു ചീറ്റി. പ്രിയപ്പെട്ടവരെ, ആകാംക്ഷഭരിതമായ നാഗമുഖി അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. മുരളി നെല്ലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.